ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ബംഗളൂരു നഗരം വീണ്ടും ഒരു കൊടും ക്രൂരതയുടെ വാർത്തയാൽ നടുങ്ങിയിരിക്കുകയാണ്. അമൃതഹള്ളിയിൽ 19കാരിയായ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവം വെറും ഒരു ഒറ്റപ്പെട്ട കുറ്റകൃത്യമല്ലെന്നും മറിച്ച് പ്രമുഖരുടെ മക്കൾ ഉൾപ്പെട്ട വലിയൊരു ശൃംഖലയുടെ പ്രവർത്തനമാണെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു IPS ഉദ്യോഗസ്ഥന്റെ ഉടമസ്ഥതയിലുള്ള വില്ലയിൽ നടന്ന ഈ സംഭവം നഗരത്തിലെ സുരക്ഷാ സംവിധാനങ്ങളെയും സോഷ്യൽ മീഡിയ വഴി വളർന്നുവരുന്ന ചതിക്കുഴികളെയും കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. 19 വയസ്സുകാരിയായ പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു സംഘം വില്ലയിലേക്ക് പാർട്ടി ആഘോഷിക്കാനാണെന്ന വ്യാജേന വിളിച്ചു വരുത്തുകയായിരുന്നു. വില്ലയിലെത്തിയ പെൺകുട്ടിക്ക് നിർബന്ധിച്ച് ലഹരി കലർന്ന ഗുളികകൾ നൽകുകയും അബോധാവസ്ഥയിലായപ്പോൾ 2 പേർ ചേർന്ന് ക്രൂരമായി പീഡിപ്പിക്കുകയുമായിരുന്നു എന്നാണ് പരാതി. പീഡനത്തിന് ശേഷം അർദ്ധരാത്രിയിൽ പ്രതികൾ പെൺകുട്ടിയെ ലുലുമാളിന് സമീപം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. താൻ നേരിട്ട ക്രൂരതയെക്കുറിച്ച് പെൺകുട്ടി പോലീസിന് പരാതി നൽകിയതോടെയാണ് ഈ വൻ സംഘത്തിന്റെ ചുരുളഴിയുന്നത്. ഈ കേസിൽ പോലീസ് ഇതുവരെ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതിപട്ടിക പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പണവും സ്വാധീനമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് പിടിയിലായവരിൽ ഭൂരിഭാഗവും. അനിരുദ്ധ് ഒരു കൗൺസിലറുടെ മകനാണ്. പീഡനം നടന്ന വില്ല ബുക്ക് ചെയ്തത് ഇയാളാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നിഖിൽ സംഭവത്തിലെ പ്രധാന സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്നു. പെൺകുട്ടികളുമായി ആദ്യമായി ബന്ധം സ്ഥാപിക്കുന്നത്, പണം നൽകി മറ്റു പ്രതികളെ സംഘടിപ്പിക്കുന്നതും ഇയാളാണെന്ന് വിവരമുണ്ട്. മോഹിത്, ശ്രാവൺ, ഡിക്സൺ, നിഖിലിന്റെ സുഹൃത്തുക്കളായ ഇവർ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടു പോകുന്നതിലും ലഹരിമരുന്ന് നൽകുന്നതിലും പങ്കാളികളായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന ആഡംബര കാറുകളും വില്ലകളും ഇവിടെ സാമ്പത്തിക ശേഷിയും ഉന്നത ബന്ധങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്. ഒരു IPS ഉദ്യോഗസ്ഥന്റെ വില്ലയിൽ വെച്ച് ഇത്തരമൊരു സംഭവം നടന്നു എന്നത് കേസിനെ കൂടുതൽ ഗൗരവകരമാക്കുന്നു. പ്രതികൾ പെൺകുട്ടികളെ വലയിലാക്കാൻ ഉപയോഗിച്ചിരുന്ന രീതി വളരെ ആസൂത്രിതമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായ, പ്രത്യേകിച്ച് മോഡലിംഗിലും ഫോട്ടോഷൂട്ടുകളിലും താല്പര്യമുള്ള പെൺകുട്ടികളെയാണ് ഇവർ ലക്ഷ്യം വെച്ചിരുന്നത്. ഇവർ ആദ്യം ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജുകൾ അയച്ച് സൗഹൃദം സ്ഥാപിക്കുന്നു. തുടക്കത്തിൽ വളരെ മാന്യമായ പെരുമാറ്റമായിരിക്കും ഇവരുടേത്. നേരിട്ട് കാണാനായി നഗരത്തിലെ പ്രശസ്ത കഫേകളോ തിരഞ്ഞെടുക്കും. ആൾക്കൂട്ടമുള്ള ഇടങ്ങളിൽ വെച്ച് കാണുന്നതിലൂടെ പെൺകുട്ടികളുടെ ഭയം മാറ്റിയെടുക്കുന്നു. സൗഹൃദം വളരുമ്പോൾ വില്ലകളിലോ ഫാം ഹൗസുകളിലോ നടത്തുന്ന സ്വകാര്യ പാർട്ടികളിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ എത്തുന്നതോടെ പെൺകുട്ടികൾ ഇവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാകുന്നു. ലഹരി കലർന്ന പാനീയങ്ങളോ ഗുളികകളോ നൽകി അവരെ തളർത്തുകയാണ് പതിവ്. ഈ കേസ് പുറത്തു വന്നതോടെ സമാനമായ പീഡനത്തിനിരയായ മറ്റ് 19 പെൺകുട്ടികൾ കൂടി പോലീസിനെ സമീപിച്ചിട്ടുണ്ട് എന്നത് സംഭവത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. ബംഗളൂരുവിലെ പ്രമുഖ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ് ഇവരിൽ ഭൂരിഭാഗവും. പെൺകുട്ടികളെ പീഡിപ്പിച്ച ശേഷം അവരുടെ നഗ്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണുകളിൽ പകർത്തി ഭീഷണിപ്പെടുത്തി വായടപ്പിക്കുകയായിരുന്നു ഇവരുടെ രീതി. ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളുടെ ജീവിതം തകർത്ത ഒരു വലിയ റാക്കറ്റാണ് പിടിയിലായിരിക്കുന്നതെന്ന് പോലീസ് സംശയിക്കുന്നു. പ്രതികൾ രാഷ്ട്രീയമായും സാമ്പത്തികമായും ഉന്നത നിലയിലുള്ളവരായതിനാൽ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ 7 പേർ സാക്ഷികളായി മുന്നോട്ട് വന്നതും നിരവധി പെൺകുട്ടികൾ പരാതിയുമായി എത്തിയതും പോലീസിന് ശക്തമായ തെളിവുകൾ നൽകുന്നു. ലുലുമാളിന് സമീപമുള്ള CCTV ദൃശ്യങ്ങളും വില്ല ബുക്ക് ചെയ്ത രേഖകളും പ്രതികൾക്കെതിരെയുള്ള പ്രധാന തെളിവുകളാണ്. നഗരങ്ങളിലെ ആഡംബര വില്ലകളും സ്വകാര്യ പാർട്ടികളും കുറ്റകൃത്യങ്ങളുടെ താവളമായി മാറുന്നു എന്നതും ഗൗരവകരമായി കാണേണ്ടതുണ്ട്. മാതാപിതാക്കളും യുവതലമുറയും സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ അതീവ ജാഗ്രത പാലിക്കണം. സൈബർ ഇടങ്ങളിലെ അജ്ഞാതരായ വ്യക്തികളെ അമിതമായി വിശ്വസിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. ഈ കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും ഇരകളായ പെൺകുട്ടികൾക്ക് നീതി ഉറപ്പാക്കണമെന്നുമുള്ള ആവശ്യവും ശക്തമാണ്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ കൂടുതൽ സത്യാവസ്ഥകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നഗരങ്ങളിലെ വില്ലകളുടെ പ്രവർത്തനത്തിന് കർശനമായ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്.